റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ചെല്ലണം, വലിയ ആദരവോടുകൂടെ ചൊല്ലണം, വലിയ ബഹുമാനത്തോടുകൂടെ ചൊല്ലണം. അങ്ങനെ ചെല്ലുന്ന സമയത്ത് ബഹുമാനം ഒരു നിലക്കും കുറയാൻ പാടില്ല, ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. പരിശുദ്ധമായ കഅബയുടെ സമീപത്ത് വെച്ച് നിങ്ങൾ ഉറക്കെ സംസാരിച്ചാൽ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. കഅബക്ക് ബഹുമാനമില്ലാത്തത് കൊണ്ടാണോ? ഹറമിന് ബഹുമാനമില്ലാത്തത് കൊണ്ടാണോ? സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ബഹുമാനമുള്ള മണ്ണാണ്. പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിൽ വെച്ച് ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചാൽ, ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 10 ലക്ഷം റക്അത്ത് നിസ്കരിച്ച കൂലിയല്ലേ. അല്ലാഹുവിന്റെ അടുക്കൽ ബഹുമാനിക്കപ്പെടുന്ന പലതുമുണ്ട്. അതിൽപ്പെട്ടതാണ് ഖലമ്, അതിൽപ്പെട്ടതാണ് കുർസി, അതിൽപ്പെട്ടതാണ് ലൗഹ്. പലതും അല്ലാഹുവിന്റെ അടുക്കൽ ബഹുമാനമുള്ളതുണ്ട്. പക്ഷേ ആ ബഹുമാനമുള്ള സ്ഥലത്തേക്കാളേറെ അല്ലാഹു ബഹുമാനിച്ച ആദരിച്ച സ്ഥലം അത് പരിശുദ്ധമായ ഹറമാണ്, പരിശുദ്ധമായ മക്കയുടെ പരിസര പ്രദേശങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, അതിൽ തന്നെ പരിശുദ്ധമായ മത്വാഫ്, അതിൽ തന്നെ പരിശുദ്ധമായ കഅബ. അതിന്റെ അടുത്ത് വെച്ച് നിസ്കരിച്ച കൂലി ലൗഹിൽ വെച്ച് നിസ്കരിച്ചാൽ കിട്ടൂല, ഖലമിൽ വെച്ച് നിസ്കരിച്ചാൽ കിട്ടൂല, കുർസിയിൽ വെച്ച് നിസ്കരിച്ചാൽ കിട്ടൂല. അത്രയും വലിയ ബഹുമാനമുള്ള ആദരവുള്ള അല്ലാഹുവിന്റെ അടുക്കലേക്ക് ബഹുമാനമുള്ള സ്ഥലമാണ് പരിശുദ്ധമായ കഅബയുള്ള സ്ഥലം. കഅബന്റെ അടുക്കൽ വെച്ച് നിങ്ങൾ ഉറക്കെ സംസാരിച്ചാൽ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകുമോ? നിങ്ങളുടെ നിസ്കാരം വെറുതെയാണ്, നിങ്ങളുടെ നോമ്പ് വെറുതെയാണ്, നിങ്ങളുടെ സ്വതന്ത്ര വെറുതെയാണ് എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ, എത്ര വലിയ ബഹുമാനമുള്ള സ്ഥലമാണ് കഅബ. കഅബന്റെ സമീപത്ത് നല്ല അദബ് വേണം, നല്ല ബഹുമാനം വേണം, നല്ല ആദരവ് വേണം. ഏതെങ്കിലും ഒരാൾ ഉറക്കെ സംസാരിച്ചു പോയി എന്ന് വിചാരിച്ചത് കൊണ്ട് അയാളുടെ അമലൊന്നും പൊളിഞ്ഞു പോകൂല. പക്ഷേ അതേ കഅബന്റെ സമീപത്ത് ശബ്ദമുയർത്തരുത്. അനാവശ്യമായിട്ടോ ആവശ്യത്തിനോ ശബ്ദമുയർത്താൻ പാടില്ല. പരിശുദ്ധമായ കഅബയെ തവാഫ് ചെയ്യുന്നവരില്ലേ, കഅബയെ തവാഫ് ചെയ്യുന്ന സമയത്ത് പോലും ശബ്ദമുയർത്തിക്കൂടാ. നിസ്കാരം പോലെയാണ് തവാഫ്. നിസ്കാരത്തിൽ നമ്മൾ ശബ്ദമുയർത്താറുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ കഅബക്ക് ചെയ്യുന്ന വലിയ ഒരു ഇബാദത്താണ് തവാഫ്. അത് കഅബയുടെ തഹിയ്യത്താണ് ആ തവാഫ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹജ്ജിന് പോയിട്ട് ഉംറയ്ക്ക് പോയിട്ട് ഒരു അമീറിനെ ചൊല്ലിക്കൊടുക്കുകയാണ്. അപ്പൊ ഒരാള് ഉറക്കെ ഇങ്ങനെ ചെല്ലുകയാണ്, അമീർ. ആ അമീർ ഇങ്ങനെ ഉറക്കെ ചെല്ലുമ്പോൾ മുഅ്മിനീങ്ങളായി കുറെ പെണ്ണുങ്ങളും കുറെ പുരുഷന്മാരും അവരുണ്ട് ഇങ്ങനെ ഉറക്കെ ചെല്ലണം. സുബ്ഹാനല്ലാഹ്. സ്ത്രീകളുടെ ശബ്ദമുയർത്താൻ തീരെ പാടില്ല. ആ സ്ത്രീകൾ ശബ്ദമുയർത്താൻ പാടില്ലാത്ത സ്ഥലത്ത് പോലും സ്ത്രീകൾ വല്ലാതെ ഇങ്ങനെ ശബ്ദമുയർത്തിയിട്ട് ഇങ്ങനെ ദിക്ർ ചൊല്ലുന്നത് കാണാം. വെറുതെയാണ്, ഒരു കാര്യം അതുകൊണ്ട് ഉണ്ടാവൂല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബയെ തവാഫ് ചെയ്യുമ്പോൾ വളരെ ചെറിയ രൂപത്തിൽ ദിക്ർ ചൊല്ലിയാൽ മതി. നമ്മൾ ഇങ്ങനെ ഉറക്കെ ദിക്ർ ചൊല്ലുന്ന കാരണം കൊണ്ട് ആ കഅബയെ ചുറ്റുന്ന 10,000 ആളുകൾ അവർക്ക് വിഷമമാകൂലേ, അവർക്ക് പ്രയാസമാകൂലേ. ഒച്ചത്തിൽ ചൊല്ലിക്കൊടുക്കല, അതാണോ അദബ്? അല്ലാമെല്ലാം ചൊല്ലണം. മറ്റുള്ളവർക്ക് ചൊല്ലാൻ കിട്ടുന്നില്ല എങ്കിൽ അവരെ പരിഗണിച്ചുകൊണ്ട് മെല്ലെ അങ്ങ് ചൊല്ലിക്കൊടുക്കണം. അപ്പൊ ചൊല്ലി ഏറ്റു ചൊല്ലുന്നവർ ഉറക്കെയൊന്നും ചൊല്ലേണ്ട ആവശ്യമില്ല. ചില പെണ്ണുങ്ങളുണ്ട് കിട്ടിയ ചാൻസ് എന്ന് വിചാരിച്ചിട്ട് ഇല്ല ശബ്ദമെടുത്ത് ഉറക്കെയൊന്ന് ചൊല്ലുകയാണ് കഅബന്റെ അടുത്ത് വെച്ചിട്ട്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അദബുകേടാണ്. ഞാൻ പറയട്ടെ മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒരാൾ ഒച്ചത്തിൽ അഥവാ കഅബന്റെ സമീപത്ത് വെച്ച് ഒന്ന് ചൊല്ലിപ്പോയി എന്ന് വെച്ചത് കൊണ്ട് അയാളുടെ അമലുകളൊന്നും പൊളിഞ്ഞു പോകൂല.
അങ്ങനെ ഒരാൾ ചൊല്ലിപ്പോയി, അതുകൊണ്ട് അമല് പൊളിഞ്ഞു പോകൂല. അതേ സമയത്ത് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹി പോരാ, സയ്യിദുനാ റസൂലുള്ളാഹി പോരാ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ആ മുത്തായ തങ്ങളുടെ സമീപത്ത് വെച്ച് ഒരാൾ ഉറക്കെ അങ്ങ് സംസാരിച്ചാലോ, ഒരാൾ ഉറക്കെ ശബ്ദമെടുത്ത് സംസാരിച്ചു, ഒച്ചപ്പാടുണ്ടാക്കി, വലിയ ശബ്ദമുണ്ടാക്കി. എന്നാലോ അല്ലാഹുവിന്റെ ഖുർആൻ എന്താണ് പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹബത അഅമാലുകും വഅൻതും ലാ തഷ്ഉറൂൻ. റസൂലുള്ളാഹിന്റെ സമീപത്ത് നിങ്ങൾ ഉറക്കെ സംസാരിക്കരുത്, നിങ്ങൾ ഒച്ചയുണ്ടാക്കരുത്. വലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദത്തെ നിങ്ങൾ ഉയർത്തരുത്. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. കുറഞ്ഞ സമയം അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദത്തെ നിങ്ങൾ ഉയർത്തരുത്. വലാ തർഫഉ അസ്വാതകും വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദി, നിങ്ങളിൽ ചിലരോട് ഒച്ചത്തിൽ സംസാരിക്കും പോലെ റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ ഉറക്കെ സംസാരിച്ചുകൂടാ. അങ്ങനെ സംസാരിച്ചാലോ നിങ്ങൾ അറിയാത്ത മാർഗത്തിലൂടെ നിങ്ങളെ അമലുകൾ പൊളിഞ്ഞു പോകുമേ. നിസ്കരിച്ച നിസ്കാരം വെറുതെയാണ്, നോറ്റ നോമ്പ് വെറുതെയാണ്, കൊടുത്ത സ്വതക്ക വെറുതെയാണ്. ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല. അത് വഫാത്തിന്റെ മുമ്പ് വഫാത്തിന്റെ ശേഷം എന്നൊന്നുമില്ല. എല്ലാ സമയവും മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിലെത്തിയാൽ പരിപൂർണമായ അച്ചടക്കം. എത്രത്തോളം മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ചില ആളുകളുണ്ട് ചെരുപ്പെടുത്തിട്ട് ഒരൊറ്റ ഏറി ആ തറയിൽ ഇങ്ങനെ വിടുമ്പോ അതിൽ നിന്ന് വരുന്നൊരു ശബ്ദമുണ്ട്. ആ ശബ്ദം പോലും മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിൽ വലിയ അദബുകേടാണ്, വലിയ ബഹുമാനക്കുറവാണ്. അനാവശ്യമായ ഒരു ശബ്ദം മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിൽ പാടില്ല. ചരിത്രം നീണ്ടതാണ്. ആയത്തിറങ്ങിയപ്പോ ബോധം കിട്ടുന്ന സ്വഹാബികളുണ്ട്. വീട്ടിൽ പോയി മണിക്കൂറുകളോളം ദിവസങ്ങളോളം കരഞ്ഞ സ്വഹാബിയുണ്ട്. എന്റെ അമലുകൾ പൊളിഞ്ഞു പോയല്ലോ റബ്ബേ, ഞാൻ മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ച് ചോദ്യം ചോദിക്കുമ്പോ എന്റെ ശബ്ദം ഉയർന്നു പോയി എന്ന കാരണത്താൽ ഞാനല്ല, എന്റെ അമല് പൊളിഞ്ഞു പോയല്ലോ, ഞാൻ നരകത്തിലാണ്, ഞാൻ നരകത്തിലാണെന്ന് പറഞ്ഞ സ്വഹാബിയുണ്ട്. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബിമാര് കരഞ്ഞു. മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിൽ ഞാൻ അറിയാതെ ശബ്ദിച്ചു പോയിട്ടുണ്ട്, എന്റെ അമലുകൾ പൊളിഞ്ഞു പോയല്ലോ. ആ മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് പോകുമ്പോ നല്ല അതബോടുകൂടെ ചൊല്ലണം, നല്ല ബഹുമാനത്തോടുകൂടെ ചൊല്ലണം. അത് വഫാത്തിന്റെ മുമ്പും ശേഷമെന്നില്ല, എല്ലാ സമയവും ആദബ് പാലിക്കണേ. മൻസാറനീ മുതഅമ്മിദൻ കാന മഈ ഫീ ജിവാരി യൗമൽ ഖിയാമ. നല്ല മനസ്സോടെ, നല്ല കൽബോടെ, നല്ല ചിന്തയോടെ, പരിപൂർണമായ അതവോടെ ഒരു ചുമരിന്റെ അപ്പുറത്ത് ഞാനുണ്ട്. ജീവിച്ചിരിക്കുന്ന മുത്തു റസൂലുള്ളാഹിന്റെ സമീപത്ത് സ്വഹാബത്ത് എങ്ങനെയാണോ പോയത് അതുപോലെ മദീനയിലേക്ക് ഒരാൾ ചെന്നാൽ അവര് നാളെ മഹ്ശറ വൻസഭയിൽ എന്റെ തണലിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അതോടെ ആ ബഹുമാനത്തോടെ ജാഊക നബിയെ അവർ തങ്ങളുടെ സമീപത്ത് വന്ന് അവർ അല്ലാഹുവിനോട് പാപമോചനത്തെ തേടുകയാണ്, അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയാണ്, ചെയ്തു പോയ തെറ്റിൽ നിന്ന് റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുന്നു. അവർക്ക് വേണ്ടി മുത്തു റസൂലുള്ള റെക്കമെൻഡ് ചെയ്യുന്നു. അള്ളാഹിനോട് നമ്മൾ ചോദിച്ചാൽ മാത്രം പോരാ, നമുക്ക് വേണ്ടി മുത്തു റസൂൽ റെക്കമെൻഡ് ചെയ്യണം. അള്ളാഹിന്റെ റസൂൽ നമുക്ക് വേണ്ടി ശുപാർശ പറയണം. യാ അല്ലാഹ്, ഇയാൾക്ക് നീ പുറത്തു കൊടുക്കണം.